ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ 6th കൺട്രിയിലേക്ക് പോവാണ്. ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന 6ാമത്തെ കൺട്രിയാണിത്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ചെക്ക് റിപ്പബ്ലിക്, അതായത് പ്രാഗിലേക്കാണ് നമ്മൾ ഇത്തവണ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനും ശ്രീയും കൂടെയാണ് പോകുന്നത്. ഇന്ന് ഏപ്രിൽ 15 ഇന്ന് നമുക്കിവിടെ വിഷു ആയിരുന്നു. എനിക്ക് ട്രിപ്പ് പോണതിൻ്റെ തിരക്കിൽ എനിക്ക് വിഷു ഒന്നും കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് ഏപ്രിൽ 16 രാവിലെ 12:20 നമുക്ക് ഇവിടെ ജർമ്മനിയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഫ്ലിക്സ് ബസ് എടുത്തിട്ടാണ് നമ്മൾ പ്രാഗിലേക്ക് പോകുന്നത്. ഏകദേശം ഒരു 8-8.5 മണിക്കൂറോളം ഉള്ളൊരു ജേർണിയാണ് നമുക്ക് ഇവിടെ നിന്ന് ജർമ്മനി അതായത് പാഡർബോണിൽ നിന്ന് പ്രാഗിലേക്കുള്ളത്. അപ്പം ഞാൻ ഓൺ ദ വേ പോണ വഴിക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10:10 നമ്മൾ 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 12:20 ബസ് തൊട്ടപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഫൈനലായിട്ട് പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി ബാക്കി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കമോൺ. ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാസ്പൺ പ്ലാറ്റ്സ് ബസ് സ്റ്റോപ്പിൽ വന്നെത്തി ഫ്ലിക്സ് ബസ്സിൽ കയറാനായിട്ട്. ഞാൻ ആദ്യം ലൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വരാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിന്ന ടൈമിൽ ഞാനത് റിയലൈസ് ചെയ്തു, നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ ഞാനത് കാരണം വിൻ്റർ ജാക്കറ്റൊക്കെ തന്നെ എടുത്തിട്ടു. എന്നിട്ട് ഇതാ ഇപ്പോൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ബസ്സിൽ കയറി കഴിഞ്ഞ് പ്രാഗ് എത്തിയതിന് ശേഷം ഞാൻ നിങ്ങളെ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ബസ്സിൽ പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. രാത്രി ആയത് കാരണം ഫുൾ കിടന്നുറക്കമായിരിക്കും. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ എന്താണ് വിഷ്വൽസ് കാണുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നേരം നല്ല പരപരാന്ന് വെളുത്തിട്ടുണ്ട്. ഞാൻ ബസ്സിൽ കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഇരുന്നുറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അത്ര നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല. എന്തായാലും എയർബിഎൻബി പോയിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കണം. നമ്മളിപ്പോൾ ജർമ്മനിയിലെ തന്നെ ഡ്രസ്ഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 2 hours കൂടെ നമുക്ക് പ്രാഗിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ സൂൺ ടു ബി പ്രാഗ് എത്തുന്നതായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺട്രിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ എയർബിഎൻബിയിലേക്ക് എത്തും. അപ്പം ഞാൻ എയർബിഎൻബി ചെന്ന് കുളിച്ച് ഫ്രഷായി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു പ്രാഗ്. ഇന്ന് നമ്മുടെ പ്രാഗിലെ ഫസ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഈവനിങ് ആണ്. നമ്മൾ ഇന്ന് രാവിലെ 9-10 ആയപ്പോഴാണ് കേട്ടോ പ്രാഗ് എത്തിയത്. ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ ഉറങ്ങി ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇവിടെ വന്നു. പക്ഷെ ഉറക്കവും കാര്യങ്ങളും ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ 9:10 നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വന്ന് KFCന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്തൊരു ബ്രഞ്ച് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും 1 മണിയാകുമ്പോൾ നമുക്ക് റൂം തരാമെന്നായിരുന്നു നമ്മുടെ എയർബിഎൻബിയിലെ അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് 1 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് വന്നപ്പോൾ അന്ന ടൈമിലായപ്പോഴേക്കും ഞങ്ങൾക്ക് കീ ഒക്കെ തന്നു. ഞങ്ങൾ വന്ന് ഫ്രഷായി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദേ വൈകുന്നേരം സമയം ഏകദേശം 5 മണിയായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രാഗ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇന്നത്തെ എൻ്റെ ഐറ്റിനറിയിൽ ഒരു 4-5 കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലെല്ലാം ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്നിരിക്കില്ല. കാരണം ഞാനൊരു 4 മണി തൊട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഉറക്കം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ 5 മണിയായി. അപ്പൊ എന്തായാലും ഒരു 2-3 ഐറ്റംസ് എങ്കിലും നമുക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇറങ്ങണതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എടുത്ത റൂമിന്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും റൂം കണ്ടതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് റൂം കണ്ടിട്ട് വരാം. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഡോറ്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വാഷ്റൂം ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു വാഷ്റൂമാണ്, പക്ഷേ എങ്കിലും നല്ല ഒരു വാഷ്റൂമാണ്. നീറ്റായിരുന്നു. വന്നപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ഷവർ ഏരിയ തന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കുറച്ച് തിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതാണ് കുറച്ച് ആ ജനലിൻ്റെ അവിടെ ഇത്രയും മെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഭയങ്കര നീറ്റായിട്ടായിരുന്നു ഇവർ ഇതിട്ടിരുന്നത്. അപ്പോൾ ആ കിച്ചണിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള
റൂം. ഞാൻ എയർബിഎൻബിയുടെ സൈറ്റിൽ കണ്ട ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം, ഞാൻ ഇതിലും കുറച്ചും കൂടെ ചെറിയ റൂമാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും നല്ല വലിപ്പമുള്ള ഒരു റൂം കിട്ടി നമുക്ക്. പിന്നെ അവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞി കബേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ അത്യാവശ്യം ഒരുവിധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്രിഡ്ജാണ്, ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സെപ്പറേറ്റ് തുണി അലക്കിയിടാനായിട്ടുള്ള കുറെ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഹീറ്ററുണ്ട്, TV ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് പ്രാഗ് സിറ്റിയുടെ ചെറിയൊരു വ്യൂ കിട്ടും. നമ്മുടെ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ റൂമായിരുന്നു കേട്ടോ. കാരണം ഈ റൂം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ഈ 3 ദിവസത്തെ സ്റ്റേയും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ എയർബിഎൻബിയുടെ ലൊക്കേഷൻ തന്നെ കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ എയർബിഎൻബി കിട്ടിയിരിക്കുന്നത്. ഈ തൊട്ട് പുറത്ത് ആ ട്രാഫിക് സിഗ്നലിന്റെ അവിടെ കാണുന്നത് ട്രാം സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്കൊക്കെ പോകാനായിട്ട് വെറും 10 മിനിറ്റ്സ് 20 മിനിറ്റ്സിനൊക്കെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് കണക്ഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു. ട്രാം ഇതിലെ എടുത്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ട്രാം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് ഈ ട്രിപ്പ് അത്രയും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ റൂമിന്റെ ഹോസ്റ്റിന്റെ കാര്യം. അന്ന എന്നാണ് ഈ റൂമിന്റെ ഹോസ്റ്റിന്റെ പേര്. പുള്ളിക്കാരി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. തൊട്ട് മുകളിലത്തെ നിലയിലാണ് പുള്ളിക്കാരി താമസിക്കുന്നത്. നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ ചൂട് കുറച്ച് വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആള് നമുക്ക് ഫാനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേ ഭയങ്കര അടിപൊളിയായിരുന്നേ. നമ്മുടെ റൂമിന്റെ തൊട്ട് പുറത്ത് തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ആയിട്ട് അത്യാവശ്യം എളുപ്പമാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യണത് പൗഡർ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇന്ന് 2-3 ഐഡിയാസ് ഉണ്ടായിരുന്നു ഐറ്റിനറിയിൽ. പക്ഷെങ്കിലും എല്ലാം കൂടി എനിക്കിന്ന് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം സമയം ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്ന് 2 കാര്യങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പൗഡർ ടവറും, 2 നമ്മുടെ ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. ആസ്ട്രോണമിക്കൽ ക്ലോക്കിനെ പറ്റി നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും, കാരണം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഭയങ്കരമായിട്ട് ഫേമസ് ആക്കിയ ഒരു സംഭവമാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. പുള്ളിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് പൗഡർ ടവറും ആസ്ട്രോണമിക്കൽ ക്ലോക്കും കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പുറത്തെത്തിയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തി. ഇവിടെയാണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ വരുന്നത്. നിങ്ങൾ പ്രാഗിൽ വരുമ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അതിൻ്റെ പേരാണ് PID ലിറ്റാച്ക എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ കാണുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് 3 ദിവസത്തേക്കാണ് നിങ്ങൾ പ്രാഗിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 72 അവേഴ്സിൻ്റെ ഒരു ടിക്കറ്റ് അതിൻ്റെ അത് അവൈലബിൾ ആണ്. അതെടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം. ഏകദേശം 340 ചെക്ക് കൊറോണയാണ് നിങ്ങൾക്ക് അതിന് റേറ്റ് വരുന്നത്. ഇവിടെ ആക്ച്വലി യൂറോ അല്ല ഇവർ യൂസ് ചെയ്യുന്നത്, കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള കറൻസിയാണ് ഇവർക്കുള്ളത്. ഞാൻ പ്രാഗിൽ വന്നപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ആപ്പിൾ പേ ആണ് എല്ലായിടത്തും ഉപയോഗിച്ചത്. എൻ്റെ ബാങ്ക് അധികം ഫീസും കാര്യങ്ങളൊന്നും അതിൽ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇനി ആപ്പിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഹൗസ് ബാനോഫിൽ പോയി കഴിഞ്ഞാൽ, അതായത് റെയിൽവേ സ്റ്റേഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള യൂറോ ചേഞ്ച് ചെയ്തിട്ട് ചെക്ക് കൊറോണ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ട്രാം സ്റ്റേഷനിൽ വന്നിട്ട് ട്രാം വെയിറ്റ് ചെയ്യാം കേട്ടോ. ട്രാം നമ്പർ 8-ലാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഡിലേ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. നല്ല വെയിലുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ജാക്കറ്റ് ഒന്നും കൊണ്ടുവരാണ്ട് വന്നത്. പ്രശ്നമൊന്നുമില്ല, കാരണം വെയിലുള്ള ദിവസമാണ്. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പ് വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എന്തായാലും റൂമിൽ കയറാനായിട്ട് മാക്സിമം നോക്കും. അപ്പോൾ നമ്മുടെ ഈ ട്രാം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ട്രാം നമ്പർ 8. നമ്മളപ്പോൾ ഇതിൽ കയറിയിട്ട് ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പൗഡർ ടവറിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോപ്പിൽ ചെന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റ്സ് നടക്കാനായിട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നടപ്പ് പിന്നെ എനിക്കിപ്പോൾ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അതൊരു പ്രശ്നമല്ല, കാരണം യൂറോപ്പിൽ വന്നപ്പോൾ തൊട്ട് ഒരു നടപ്പ് തുടങ്ങിയതാണ്. ഇതുവരെ ആ നടപ്പ് അവസാനിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 3 സ്റ്റോപ്പ് ജസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ പൊതുവെ വീഡിയോയിൽ വരാനായിട്ട് ഇത്തിരി മടിയുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മൾ ഒരു 3 സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 8 മിനിറ്റ്സിൽ വാക്ക് ഉണ്ട് നമുക്ക് ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അങ്ങോട്ടേക്ക്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പുള്ളിക്കാരൻ്റെ യാത്രാ വിവരണങ്ങളിൽ പ്രാഗിനെ പറ്റി ഭയങ്കരമായിട്ട് വാചാലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തൊട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാഗ് കാണണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിച്ചത്. പ്രാഗ് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്ക്, ഏകദേശം 600 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് ഇവിടെ ഉള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് മാത്രമല്ല, ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ കെട്ടിടങ്ങളും ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അതിനൊക്കെ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. കാരണം ശരിക്കും ഒരു യൂറോപ്പിന്റെ പുരാതന കാലത്തിലേക്ക് പോയൊരു ഫീലായിരുന്നു നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേയും കുറേ രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ യൂറോപ്പിലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ പുതിയ പുതിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രാഗ് സത്യം പറഞ്ഞാൽ ഇവർ ആ പഴയ ബിൽഡിങ്ങും ആ പഴയ ബിൽഡിങ്ങുകളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇവരിപ്പോഴും ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇവിടുത്തെ ട്രാമുകൾ ഒരു രക്ഷയില്ല, കാണാൻ അത്രയും ഭംഗിയാണ് ഇവിടുത്തെ ട്രാമുകൾ. നമ്മളിപ്പോൾ ട്രാം സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഏകദേശം 8 മിനിറ്റ് കഴിയാറായപ്പോഴേക്കും നമ്മളിത് ഈ കാണുന്ന പൗഡർ ടവറിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. വർഷം 1475 ഈ കാണുന്ന പൗഡർ ടവറിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. അന്നത്തെ കാലത്ത് കിങ്ങും ക്യൂണും ഒക്കെ പരേഡുകളൊക്കെ ആയിട്ട് ഈ കാണുന്ന പൗഡർ ടവറിന്റെ അകത്ത് കൂടെയാണ് പ്രാഗ് കാസലിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പോരാത്തതിന് ഈ പൗഡർ ടവറിന്റെ അകത്തായിരുന്നു പണ്ടത്തെ കാലത്തെ ഗൺ പൗഡറും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ ടവറിന് പൗഡർ ടവർ എന്നുള്ള പേര്. ഇതിന്റെ എല്ലാത്തിന്റെ മുകളിൽ ഈ കാണുന്ന പൗഡർ ടവറിന്റെ ആർക്കിടെക്ചർ അത് ഒരു രക്ഷയില്ല. ഗോത്തിക് ആർക്കിടെക്ചറിലാണ് പണ്ടത്തെ കാലത്ത് ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചത്. അതുപോലെ പൗഡർ ടവറിന്റെ അകത്ത് കൂടെ കയറി നമ്മൾ പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് പ്രാഗിന്റെ ഓൾഡ് ടൗൺ ഭാഗത്തേക്കാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ബൗണ്ടറിയാണ്. ഓൾഡ് ടൗണിന്റെയും ന്യൂ ടൗണിന്റെയും ബൗണ്ടറി ആയിട്ടാണ് ഈ കാണുന്ന പൗഡർ ടവർ നിൽക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാർ പല രാജ്യത്തു നിന്ന് വന്നിട്ട് അതുപോലെ ഗൈഡിനെയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇവരിവിടെ നിന്ന് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലത്തെ പഴയകാലത്തെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പൈസ കൊടുത്ത് റെന്റിന് എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ ഇവർ ഈ ഓൾഡ് ടൗൺ മുഴുവൻ കറക്കി കാണിക്കും. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. ഞാൻ എന്തായാലും ഇത് കാണാൻ നല്ല രസമാണ്. വന്നിട്ട് നമുക്ക് ഓരോ അട്രാക്ഷൻസും കാണാനായിട്ട് പോകണമെങ്കിൽ ട്രാം ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് 9 മിനിറ്റ് 8 മിനിറ്റോളം ഒക്കെ നടത്തമുണ്ട് കേട്ടോ. പക്ഷെ ഈ നടത്തം ഉണ്ടെങ്കിലും ഇത് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് മടുപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ്സും അതുപോലെ തന്നെ ഇതുപോലത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ട് പോകുന്നുണ്ട്. ഈ കാണുന്നത് മാഡം തുസാറ്റ്സ് വാക്സ് മ്യൂസിയം ആണ്. ഇത് ഞാൻ നെതർലാൻഡ്സിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് ഒന്നും എടുത്ത് കയറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുമ്പോൾ ഇതേപോലെ വാക്സ് മ്യൂസിയത്തിൽ ഒന്ന് കയറി എനിക്ക് എല്ലാം ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് പൗഡർ ടവറിൻ്റെ അകത്ത് കൂടെ കയറി നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ശരിക്കും ഭയങ്കര ഒരു അടിപൊളി ഫീലാണ്. നമ്മൾ നടന്ന് ഇതാ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ കാണുന്ന ക്ലോക്ക് വർക്ക് ചെയ്യും കേട്ടോ. വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ക്ലോക്കിൻ്റെ മുകളിൽ നിങ്ങൾ 2 ബ്ലൂ കളറിലെ ചെറിയ ഡോർസ് കണ്ടോ? ആ കാണുന്ന ഡോർസിൻ്റെ അകത്ത് യേശുവിൻ്റെ 12 ശിഷ്യന്മാർ ഇങ്ങനെ വട്ടമിട്ട് റൗണ്ടായിട്ട് പോകും. ആ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒത്തുകൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ നിൽക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 5 മണി ആകാറായിട്ടുണ്ട്. കറക്റ്റ് 5 മണി ആകുമ്പോഴേക്കും ഈ ക്ലോക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ അകത്തേക്ക് യേശുവിൻ്റെ 12 ശിഷ്യന്മാരും വരും. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ആൾക്കാർ ഇവിടെ നിരന്ന്. നമ്മളും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം തന്നെ എന്തായാലും 5 മണിയാവും. അപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഷാർപ്പ് 5 മണി ആയപ്പോൾ തന്നെ നമ്മുടെ യേശുവിൻ്റെ 12 ശിഷ്യന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ 5 മണി ആയപ്പോഴേക്കും ആ മോളിൽ കാണുന്ന 2 ഡോറും വേഗം തുറന്നിട്ട് 12 ശിഷ്യന്മാരും ഇതേപോലെ 2 ഡോറിൽ കൂടെയും എത്തി നോക്കിയിട്ട് ഇങ്ങനെ വട്ടമിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന അവിടെ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ ഒരു സംഭവം വെച്ചിരിക്കുന്നുണ്ടോ? അതിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ഇവർ 12 പേരും പോകുന്ന സമയത്ത് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ പൗഡർ ടവറും അതുപോലെ തന്നെ നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന ആസ്ട്രോണമിക്കൽ ക്ലോക്കും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ഒരു ഏരിയയിലാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഓൾഡ് ടൗൺ സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള മാതാവിൻ്റെ പള്ളി കാണാം. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഒത്തുകൂടുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തുകൂടി ഡാൻസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു മെയിൻ ഒരു സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഓൾഡ് ടൗൺ സ്ക്വയർ.
നമ്മൾ ഇനി പോകുന്നത് ഹെഡ് ഓഫ് ഫ്രാൻസ് കഫ്ക എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ റൊട്ടേറ്റിംഗ് ഹെഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പം നമുക്ക് പോവാം. ഫ്രാൻസ് കഫ്ക 20th സെഞ്ച്വറിയിലെ പ്രാഗിലുണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റും റൈറ്ററും ഒക്കെ. അതുപോലെ ഫ്രാൻസ് കഫ്കയുടെ ഹെഡ് റൊട്ടേറ്റിംഗ് ഹെഡ് ഉള്ളത് പ്രാഗിന്റെ ഓൾഡ് ടൗൺ ഏരിയയിലല്ല, ന്യൂ ടൗൺ ഏരിയയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒരു 10 minutes to 15 minutes നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ടൗണിൽ നിന്ന് ന്യൂ ടൗൺ ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അവിടെ നിന്ന് നടന്ന് ഫ്രാൻസ് കഫ്കയുടെ ഹെഡ് റൊട്ടേറ്റിംഗ് ഹെഡിൻ്റെ ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്, കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് ഇത് കാണാനായിട്ട്. സോ മേ ബി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. 10 to 15 minutes റൊട്ടേറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. അങ്ങനെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7 മണി ഷാർപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഫ്രാൻസ് കഫ്കയുടെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പയ്യെ സ്പീഡ് കൂടി നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 10 to 15 minutes വരെ ഞങ്ങൾ പോയ സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ പയ്യെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടോ. നിങ്ങൾ പ്രാഗ് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവധി ദിവസങ്ങളിലൊന്നും പോയി വിസിറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ടൈമുകളിലൊന്നും ചിലപ്പോൾ ഇതൊന്നും റൊട്ടേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഏരിയയിലേക്ക് ഇത് കാണാനായിട്ട് വന്നാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എയർബിഎൻബിയിലെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 4 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ 5 മണിയായി നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിക്കവാറും എനിക്ക് നൈറ്റിനറിയിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, 1-2 കാര്യങ്ങളൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രാഗിലെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനിൽ നിന്ന് അടുത്ത അട്രാക്ഷനിലേക്ക് പോകാനായിട്ട് ശരിക്കും ഒരു 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ ഇന്നത്തെ ഐറ്റിനറിയിലെ എൻ്റെ ലാസ്റ്റത്തെ കാണാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി ലാസ്റ്റ് പോകാൻ പോകുന്നത്. ഈ ഫ്രാൻസ് കഫ്കയുടെ ഹെഡ് റൊട്ടേറ്റിംഗ് ഹെഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 to 15 minutes മാത്രമേ നമുക്ക് ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാനുള്ളൂ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ സ്കൾപ്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. എന്താ അടിപൊളിയാണെന്ന് നോക്കിക്കേ. ഇതെന്താ ശരിക്കും സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ World War II സമയത്ത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് യൂസ് ചെയ്തിരുന്ന 2 ഫൈറ്റർ ജെറ്റ്സ്, അതിന് ആക്ച്വലി വിങ്സ് ഒക്കെ കൊടുത്ത് ഇതുപോലത്തെ നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവർ ഇവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലും സൈഡിലുമായിട്ട് 2 എണ്ണമാട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ ഐറ്റിനറിയിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കബാബ് ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഡിന്നർ കഴിക്കാമെന്നാണ് വിചാരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് KFC ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കണേ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിലും കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ എന്തായാലും കിച്ചൺ ഉണ്ടല്ലോ നമ്മുടെ റൂമിൽ. അപ്പോൾ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ജാമും എഗ്ഗും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് സോസേജസോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോവാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ ഞാൻ എന്തായാലും കടയിൽ പോകുന്ന കാര്യം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ബാക്കി ഉള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ ഡേ 2 കറങ്ങാൻ പോകുമ്പോൾ ഞാൻ പറയാം.
ഞാനും ശ്രീയും കൂടെ കുറച്ച് നേരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും KFC പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നിവാന്ത് എന്നാണ് ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് കഴിച്ച ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഫുഡാണ്. ഞങ്ങൾ ഇതേപോലെ പലയിടത്തുനിന്നും വേറെ ട്രാവൽ ചെയ്തിട്ട് പോയി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടുപിടിച്ച് പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇത് എന്നെ സത്യം പറഞ്ഞാൽ ഡിസപ്പോയിന്റ് ചെയ്തില്ല എന്ന് തന്നെ പറയണം. അത്രയും നല്ല ഫുഡായിരുന്നു. നിങ്ങളും പ്രാഗ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിവാന്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവരുടെ ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾ രണ്ടുപേരും മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ 2 മാംഗോ ലസ്സി ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് രണ്ടും അടിപൊളിയായിരുന്നു. നല്ലോണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ പാല്, മുട്ട, ബ്രെഡ്, ജാം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നുകൊണ്ട് നല്ല രീതിയിൽ രണ്ടുപേരും ടയർഡായിട്ടുണ്ട്. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നമ്മളപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാൻ പോവാണ്. ഇനി റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നുറങ്ങും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ നിന്ന് തന്നെ നമ്മൾ കഴിക്കുന്നത്, പുറത്ത് പോയി കഴിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ വീണ്ടും കറങ്ങാനിറങ്ങാണ്. നാളെ ഒരു ദിവസവും കൂടി നമ്മൾ അവിടെ സ്റ്റേ ഉണ്ട് റൂമിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ അന്നും നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് 18th അന്ന് രാവിലെയും തൊട്ടിട്ട് വൈകുന്നേരം വരെ നമ്മളിവിടെ പ്രാഗിൽ തന്നെ ഉണ്ട്. വൈകുന്നേരം 10 o'clockനാണ് നമുക്ക് ഫ്ലിക്സ് ബസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ റൂമിൽ പോയിട്ട് Day 2 ആയിട്ട് ഞാൻ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ടിൽ ദെൻ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.